സിഗ്മ 0. ഓക്കെ, യുവും 0. എ ലെയർ എടുത്തു കഴിഞ്ഞാൽ എയിൽ സിഗ്മ 0 ആണ്, യുവും 0 ആണ്. സിഗ്മ ബാറും എന്ത് തന്നെ 0 വരും. 0. ഇനി ബി ലെയറിൽ പി ലെയറിൽ വരുമ്പോ സിഗ്മ 19.5 into 4 വരും. 19.5 into 4 വരും. 4 ഓക്കെ, 19.5 into 4. യു ഉണ്ടോ സിഗ്മ ബാർ? യു 0 ആയിരിക്കും. വാട്ടർ ടേബിൾ അല്ല, വെള്ളം മുകളിലാണ്. അപ്പൊ 10 into 4 വരും. 10 into 4 വരും. ഓക്കെ, സിഗ്മ ബാർ സിഗ്മ മൈനസ് മ്യൂ ചെയ്യണം. സിഗ്മ മൈനസ് യു ചെയ്യുമ്പോൾ കിട്ടും. ഇനി എവിടെ ചെയ്യും? ഈ ഫിഗറിൽ ചെറിയ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. സാൻഡ് റിവൺ ഉണ്ട്. അപ്പൊ അതിന്റെ എഫക്റ്റ് എവിടെ വരണേ? അതറിയില്ല. ഓക്കെ, ഇവിടെ ആരെ പറഞ്ഞ ശരി. അപ്പൊ ബി ലെയറിൽ ഈ കിട്ടുന്ന വാല്യൂ നമുക്ക് എവിടെയാണ്? ക്ലേ ലെയറിലാണ് അല്ലേ? ഇനി അടുത്ത ലെയർ സാൻഡാണ്. അപ്പൊ സാൻഡിൽ നിന്ന് എന്താ പ്രശ്നം? ഈ ബി ലെയറിൽ നിന്ന് തന്നെയാണ് ഈ സ്റ്റാൻഡ് പൈപ്പ് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് വെച്ചേക്കണേ. അപ്പൊ എന്ത് ചെയ്തു? ഈ ബി ലെയർ ഒന്നുകൂടെ നമ്മൾ ചെയ്യണം. അതിനകത്ത് കൺസിഡർ ചെയ്യുമ്പം സാൻഡ് വെച്ചിട്ടുള്ളത് ചെയ്യണം. അതായത് ബി ലെയർ സാൻഡ് ആണെന്നുള്ള കൺസിഡറേഷനിൽ ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെ ചെയ്യുമ്പം ബി ലെയറിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ക്ലേ ലെയർ ചെയ്തു ആദ്യത്തെ പോർഷൻ. പിന്നെ നോക്കുമ്പം സാൻഡ് ലെയർ ഉണ്ട് ബിയുടെ തൊട്ട് താഴെ. അവിടെ നിന്ന് ഒരു സ്റ്റാൻഡ് പൈപ്പ് ഡ്രിവൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനകത്തോടെ വെള്ളം കയറി പോയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ എഫക്റ്റും കൂടെ എവിടെ വരും? ബി ലെയറിൽ വരും. പക്ഷെ ആ ബി ലെയറിൽ എവിടെയാണ് അത് വരിക? സാൻഡ് ഇരിക്കുന്ന പോർഷനിലായിരിക്കും അതിൻ്റെ ഇഫക്റ്റ് വരിക. അപ്പോൾ ബി ലെയറിൽ നമ്മൾ ഒന്നും കൂടെ ചെയ്യണം, സാൻഡ് കൺസിഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ സിഗ്മയുടെ വാല്യൂ എന്ന് പറയുന്നത് 19.5 into 4 തന്നെയായിരിക്കും. കാരണം ഇവിടെ ലെയർ മാറുന്നില്ല, ഈ ഹൈറ്റ് മാറുന്നില്ല, ഈ ഒരു ലെവലിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. യു എന്ന് പറയുന്നതിന് വ്യത്യാസം വരും. 10 into 4 പ്ലസ് ആ സ്റ്റാൻഡ് പൈപ്പിലെ വാട്ടറിൻ്റെ ഹൈറ്റ് വരും. കാരണം പോർ വാട്ടർ പ്രഷറാണ്. വാട്ടർ ടേബിളുണ്ട്, ഗ്രൗണ്ട് സർഫസിലാണ്, അതിൻ്റെ ഹൈറ്റ് ഉണ്ട് 4 മീറ്റർ. അതുകൂടാതെ സാൻഡിൽ നിന്ന് ഈ സ്റ്റാൻഡ് പൈപ്പ് കയറി പോയേക്കണതിൽ വാട്ടർ ഉണ്ട്. ആ വാട്ടറിൻ്റെ പ്രഷറും കൂടെ ആ സാൻഡ് ലെയറിലാണ് വരിക. അതിൻ്റെ 2 മീറ്ററും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ സിഗ്മ ബാർ കാണാനായിട്ട്. ഇതാണ് ആ ഫിഗറിൻ്റെ പ്രശ്നം. ക്ലിയർ ആയോ? ഹലോ, ഓക്കെ. ഇനി അടുത്തത് സി ലെയറും കൂടെ ചെയ്യാം. ഇവിടെ തെറ്റിച്ച് കളയരുത്. പലരും ചെയ്യുമ്പം ഹൈറ്റ് ഇടുമ്പം 4 പ്ലസ് അടുത്ത ലെയറിൻ്റെ ഇതും കൂടെ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ സി ലെയർ ആയിപ്പോവും. നമുക്ക് വേണ്ടത് ആ ബി ലെയറിൽ നിന്നാണ് സ്റ്റാൻഡ് പൈപ്പ് പോയേക്കണേ. അപ്പോൾ ആ ഹൈറ്റിന് വ്യത്യാസമില്ല. ലെയർ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. അവിടെ സാൻഡും ക്ലേയും 2 ടൈപ്പ് ഇതുണ്ട്. അപ്പോൾ അതിൽ ആ സ്റ്റാൻഡ് പൈപ്പ് പോയേക്കണോണ്ട് ആ വാട്ടറിൻ്റെ പ്രഷറും കൂടെ ആ ലെയറിൽ വരും. അതാണ് നമ്മൾ ഈ സാൻഡ് വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ഉള്ള വ്യത്യാസം. അതിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ സാൻഡ് ലെയറിന് എഴുതിയത്. അതിൻ്റെ എഫക്റ്റ് വരുന്നത് ആ സാൻഡ് ലെയറിലായതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഇനി അടുത്തത് സി ചെയ്യുക. സിഗ്മയുടെ വാല്യൂ, യുവിൻ്റെ വാല്യൂ, സിഗ്മ ബാർ.
സി ലെയർ പറയോ? സി ലെയറിൽ സിഗ്മ 19.5 × 4 പ്ലസ് 19.5 × 2. 18 അല്ലേ? 18.5 × 2. അപ്പൊ 18.5 × 2. യു എന്ത് വരും? 10 × 8 ആണ്. 10 × 4 + 2 + 2. സിഗ്മ ബാർ എത്ര വന്നേ? 35. 35. ഇനി സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുക, കംപ്ലീറ്റ് ആക്കാം. സ്ട്രെസ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ബി ലെയറിൽ തന്നെ 2 വാല്യൂ വരും. ക്ലേ കൊണ്ടുള്ളതും ആ സ്റ്റാൻഡ് പൈപ്പ് വരുന്നതും കൊണ്ടുള്ള 2 വാല്യൂസ് ഉണ്ടാവും. സർചാർജിന്റെ പ്രോബ്ലം ചെയ്തില്ലായിരുന്നോ? എക്സ്ട്രാ ഒരു ലോഡ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ അതും ചെയ്തല്ലായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യനും. അത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്തിട്ടുണ്ടായല്ലോ സർച്ചാർജ്. ഓക്കെ, അത് ചെയ്ത് കംപ്ലീറ്റ് ആയിരുന്നു ഡൗട്ട്, അപ്പോൾ ചോദിച്ചോ. ഫിഗർ വേഗം വരയ്ക്കട്ടോ, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പോർഷനിലേക്ക് കടക്കാം. വരച്ചോ?
ബ്ലൂവിൻ്റെ ഇതിലാണ് വ്യത്യാസം വരാം. വരച്ച എല്ലാവരും ഫിഗർ വരച്ചോ? കിട്ടിയോ കറക്റ്റായിട്ട് ഇതുപോലൊരു ഷേപ്പ്? ഓക്കെ, ഇനി അടുത്ത ഇപ്പം നമ്മൾ പഠിച്ചത് ഇതിൽ ഒരു കാര്യം കൂടി ഇനി ആഡ് ചെയ്യാണ്. കാപ്പിലറി റൈസ്. പ്രിന്റ് എടുത്തിട്ടുണ്ടോ ഈ നോട്ട്? എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം എഴുതണമെന്നില്ല, പ്രിന്റ് നോക്കിയാലും മതി. പ്രോബ്ലം ചെയ്യുമ്പം നമുക്ക് അല്ലെങ്കിൽ കുറേ നൊട്ടേഷൻസ് ഇങ്ങനെ എഴുതണം, അപ്പോൾ അതിലും നല്ലത് പ്രോബ്ലം ചെയ്യുമ്പോൾ എഴുതാം. ഇനി ഒരു സോയില് കാപ്പിലറി റൈസ് കൊണ്ട്, വാട്ടർ ടേബിൾ അല്ലാതെ കാപ്പിലറി റൈസ് കൊണ്ട് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇഫക്റ്റീവ് സ്ട്രെസ് കാണുന്നതെന്നാണ് പറയുന്നത്. എന്താ കാപ്പിലറി റൈസ്? എന്താ ഈ കാപ്പിലറി റൈസ്? ഹലോ, കാപ്പിലറി റൈസ് എന്താ? ഹലോ, ആരും കേൾക്കണ്ടില്ലേ? കാപ്പിലറി റൈസ് ഈ അതിലേക്ക് മറ്റേ പിന്നെ സോയിൽ അല്ലെങ്കിൽ സാൻഡോ പ്ലേസ് ചെയ്യുമ്പോൾ വാട്ടർ ലെവൽ ഉയർന്നതാണോ? വാട്ടർ ഉയർന്നു വരുന്ന ഇതാണ്. അതായത് ഒരു ഹാർഡ് സർഫസിൽ, നല്ലൊരു ഹാർഡ് സർഫസിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുമ്പം അവിടെ വരുന്ന പ്രഷർ കൊണ്ട് ഇത് മുകളിലേക്ക്, ആ ഒരു പ്രഷർ മുകളിലേക്ക് എക്സേർട്ട് ചെയ്ത് വരും. അങ്ങനത്തെ ഒരു ഫിനോമിനാണ് കാപ്പിലറി റൈസ് എന്ന് പറയുന്നത്. അപ്പം ഇത് അങ്ങനെ ഒരു കേസാണ്. നമ്മുടെ സോയിൽ പ്രൊഫൈല് ഫിഗർ കാണിച്ചു തരാം. ആ സോയിൽ പ്രൊഫൈലിൽ ഓക്കെ, ഇതാണ് നമ്മുടെ സോയിൽ പ്രൊഫൈല്. ഇപ്പം ഈ സോയിൽ പ്രൊഫൈൽ എന്താണെന്ന് വെച്ചാൽ PC 3 ലെയറായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ B എന്ന് പറഞ്ഞ ലെയറിൽ വാട്ടർ ടേബിള്. അപ്പം അതിന് തൊട്ട് മുകളിലായിട്ട് ഒരു സോണും കൂടെ വന്നു, കാപ്പിലറി സോൺ. കാപ്പിലറി സോൺ എന്ന് പറഞ്ഞാൽ ഈ വാട്ടർ മുകളിലേക്ക് ഒരു പ്രഷർ എക്സേർട്ട് ചെയ്യണം. ആ ലെയറിന് മുകളിൽ അവിടെ ഒരു ഹാർഡ് പ്രതലം, അവിടെ ഒരു ഹാർഡ് സർഫസിൽ വാട്ടർ വന്ന് ഇത് ചെയ്യുമ്പം അവിടുന്ന് പ്രഷർ മുകളിലേക്ക് പൊങ്ങി വന്നു. അപ്പം എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഈ കാപ്പിലറി സോൺ എന്ന് പറയുന്നത് D ലെയറിലാണ്. ആ ലെയറിൽ മുകളിലേക്കുള്ള സോയിലെല്ലാം എന്ത് ചെയ്യും? സാച്ചുറേറ്റഡ് ആയിട്ട് മാറും. അതാണ് കണ്ടീഷൻ. അപ്പം അങ്ങനെയുള്ള ഒരു സർഫസിൽ എങ്ങനെയാണ് നമ്മൾ ഇഫക്റ്റീവ് സ്ട്രെസ് കാണുന്നതെന്നാണ് പറയുന്നത്. അപ്പം കാപ്പിലറി റിയാക്ഷൻ ഉള്ള ആ സോണിൽ ഇവിടെ ശരിക്കും എന്തുകൊണ്ടാണ് ഈ പ്രഷർ വരുന്നത്? വാട്ടറിൻ്റെ ഇഫക്റ്റ് കൊണ്ടാണ് പ്രഷർ വരുന്നത്. അപ്പോൾ ഈ പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. കാപ്പിലറി സോൺ ഉണ്ടെങ്കിൽ ആ സോണിൽ പോർ വാട്ടർ പ്രഷർ എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. അപ്പം ഈ പ്രഷർ എക്സേർട്ട് ചെയ്യുന്നത് അപ്വേർഡാണ്. തൊട്ട് മുകളിലെ ലെയറിലാണ് ഈ കാപ്പിലറി ആക്ഷൻ കൊണ്ട് ഇഫക്റ്റ് വരിക. ഇനി എങ്ങനെ അത് ചെയ്യണമെന്നാണ് പറയണേ. നമ്മൾ ആദ്യം
വാട്ടർ ടേബിൾ ബി ലെയറിലാണ്. ഇത് രണ്ട് കേസ് കൺസിഡർ ചെയ്യാം. ആദ്യം സോയിൽ സാച്ചുറേറ്റഡ് അപ് ടു ലെവൽ എ, അതായത് ക്യാപ്പിലറി സോണും കൊണ്ട് ഡി തൊട്ട് എ വരെയുള്ള സോൺ എന്താണ്, സോയിൽ സാച്ചുറേറ്റഡ് ആകുന്ന കണ്ടീഷൻ. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ സോയിൽ സാച്ചുറേറ്റഡ് അപ് ടു ലെവൽ ഡി എന്ന് പറഞ്ഞ ലെവൽ വരെ സാച്ചുറേറ്റഡ് ആയിട്ടുള്ളൂ, അങ്ങനെ ഒരു കണ്ടീഷൻ. അപ്പം ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ, ഈ ഫിഗർ നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. എന്നിട്ട് എന്നോട് പറയുക സിഗ്മയുടെ വാല്യൂ എന്ത് വരും, യുവിൻ്റെ വാല്യൂ എന്ത് വരും, സിഗ്മ ബാർ എന്ത് വരും. ഈ സെയിം സാധനം തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതിൽ ചെയ്യുമ്പം സിഗ്മയുടെ വാല്യൂ എങ്ങനെ, എ ലെയറാണ് ഇപ്പോൾ ചെയ്യണേ. അപ്പോൾ സിഗ്മയുടെ വാല്യൂ, യുവിൻ്റെ വാല്യൂ സിഗ്മ ബാർ. അത് 3 0 അല്ലേ? എ 0 ആയിരിക്കും, 3 0 അല്ല. അവിടെയാണ് പ്രശ്നം. എയുടെ തൊട്ട് താഴെ എന്താണ്, ഒരു ക്യാപ്പിലറി സോൺ ഉണ്ട്. അപ്പോൾ ആ ക്യാപ്പിലറി സോൺ എന്ന് പറയുന്നത് എന്താ ചെയ്യണേ, ഈ എക്കും ഡിക്കും ഇടയ്ക്കുള്ള സോയിൽ കംപ്ലീറ്റ്ലി സാച്ചുറേറ്റഡ് ആക്കി. അതിനർത്ഥം ആ സോണിൽ വാട്ടർ ഉണ്ട്, ആ വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അത് എങ്ങോട്ടാണ്, അപ്വേർഡാണ്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റ് ഏത് ലെയറിലാണ് വരിക, എ ലെയറിലാണ് വരിക. അത് ഓൾവേസ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അത് പോർ വാട്ടർ പ്രഷർ ആയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ഗാമ ഡബ്ല്യു ഇൻറ്റു H1 ക്ലിയർ ആയോ. പോർ വാട്ടർ പ്രഷർ തൊട്ട് താഴെ ക്യാപ്പിലറി ആക്ഷൻ ഉണ്ട് എങ്കിൽ ആ ക്യാപ്പിലറി ആക്ഷൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് എങ്ങോട്ടാ വരിക, തൊട്ട് മുകളിലത്തെ ലെയറിലാണ്. അത് പോർ വാട്ടർ പ്രഷർ, വാട്ടറാണുള്ള പ്രഷർ ആക്ഷൻ, അതുകൊണ്ട് അത് പോർ വാട്ടർ പ്രഷറാണ്, അത് നെഗറ്റീവ് ആയിരിക്കും. ദെൻ സിഗ്മ ബാർ എന്ന് പറയുന്നത് സിഗ്മ മൈനസ് യു വിച്ച് ഈസ് ഈക്വൽ ടു ഗാമ ഡബ്ല്യു ഇൻറ്റു H1 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയോ. അത് ക്യാപ്പിലറി റൈസ് വരുമ്പോൾ എങ്ങനെയാ ചെയ്യണേന്ന്. H1 മിഡിൽ കിടക്കണതല്ലേ, ഹൈറ്റ് മാറിപ്പോയോ, അല്ല മാറിയതല്ല, ഞാൻ ഫിഗറിൽ നിന്ന് വ്യക്തമാണല്ലോ. H1 ഒരു മിനിറ്റ്, H1 ആണെന്ന് തോന്നുന്നു, അത് അടുത്തത് H1 ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് H1 ആണ് ഈ ഹൈറ്റ്. അപ്പോൾ ഇത് ഡാഷ് വേണ്ട. ഈ എ ടു ഡി എന്ന് പറയുന്ന ഹൈറ്റ്, എ ടു ഡി എന്ന് പറയുന്ന ഹൈറ്റ് H1, ഡി ടു ബി എന്ന് പറയുന്നത് H1. ആ ഹൈറ്റ് തൊട്ട് ആ കറസ്പോണ്ടിങ് ഹൈറ്റ്. ലെഫ്റ്റില് കാണിച്ചിട്ടുള്ള എന്താണ് മാം, രണ്ടും കൂടിയിട്ടുള്ളത്? ഇതാ, അല്ലല്ല, ലെഫ്റ്റിൽ H1 എന്തോ, ഈ രണ്ടും കൂടെ കൂടിയിട്ടുള്ള ഹൈറ്റ് H1. അപ്പൊ ഇവിടെ H1 H1 ആയിരിക്കില്ലല്ലോ, അതിനെന്തോ സെക്കൻഡ് ഫിഗർ. H1 H1 ആണ് ടോട്ടൽ ഹൈറ്റ് H1. അങ്ങനെയാണ്. ഒരു മിനിറ്റ് താഴെ ചെയ്തേക്കണം, നോക്കട്ടെ. H1 ഇട്ടാ ചെയ്തേക്കണം. ഓക്കെ, കുഴപ്പമില്ല. H1 ഡി ചെയ്തപ്പം H1 ഓക്കെ, കുഴപ്പമില്ല. ഇത് ഫസ്റ്റ് നിങ്ങൾ ഇവിടെ നോക്കിക്കേ, ഈ ക്യാപ്പിലറി സോൺ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ സോണിൻ്റെ ഇഫക്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഹൈറ്റിലില്ലേ, ഈ വാട്ടർ ടേബിളിന് മുകളിലേക്ക്, H1 ആണത്. അതിനകത്ത് ചെറിയ മിസ്റ്റേക്ക് അത്. ഇത് H1 ഇത് H1 ഇത് ടോട്ടൽ H1. താഴെ എഴുതിയേക്കണതിൽ ചെറിയ മിസ്റ്റേക്ക് കേട്ടോ. അത് H1 ആണ്, ഇത് H1 ആണ്. ഓക്കെ, ഇനി സെക്ഷൻ ഡി ഡി നിങ്ങൾ നോട്ടിൽ ഫിഗർ നോക്കിയിട്ട് സെക്ഷൻ ഡി ഡി പറയാമോ? സെക്ഷൻ
സെക്ഷൻ ഡി ഡി. സെക്ഷൻ ഡി ഡി ആ ഫിഗറിൽ സിഗ്മ എന്ത് വരും, യു എന്ത് വരും, സിഗ്മ ബാർ. ഫിഗറിൽ നോക്കുക, എന്നിട്ട് പറയാം. ഹലോ, ഫിഗറിൽ നോക്കിയിട്ട് സെക്ഷൻ ഡിയിൽ എങ്ങനെ വന്നതെന്ന് പറയോ? ഹലോ, ആ ഫിഗർ ഒന്ന് വരച്ചാലോ മോം? അതാ വരയ്ക്കണോ? ഓക്കെ, വരയ്ക്കാം. എ ഉണ്ടായിരുന്നു, അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡി ഉണ്ട്, ദെൻ ബി ഉണ്ട്, സി, മൂന്നെണ്ണല്ലേ ഉള്ളൂ. എ ഇത്, ബി ഇത് ഡി. വാട്ടർ ടേബിൾ ഇവിടെ ആയിരുന്നു. ഇതല്ലായിരുന്നു ക്യാപ്പിലറി സോൺ. ക്യാപ്പിലറി സോൺ ഇവിടെ. ഇത് H1 ഇത് H1 ഈ ടോട്ടൽ ഹൈറ്റ് H1, താഴത്തെ H2 ആണ് കൊടുത്തിരുന്നത്. താഴത്തെ ഈ ഹൈറ്റ് B2C എന്ന് പറയുന്നത് H2. എന്തുവരും? സിഗ്മയുടെ വാല്യൂ അറ്റ് ഡി ഡിയിൽ നിങ്ങൾക്ക് ഇനി യൂണിറ്റ് വെയിറ്റ് ഒക്കെ പ്രശ്നമാണോ? ഇവിടുത്തെ സാച്ചുറേറ്റഡ് ആയതുകൊണ്ട് ഇത് ഗാമ സാറ്റ് 1 കൊടുക്കണോ? ഗാമ സാറ്റ് 1 എന്ന് കൊടുക്കുക. ഈ സോയില് ദെൻ BB എടുക്കുമ്പോഴും അത് ഗാമ സാറ്റ് 1 തന്നെ വരും. ഇവിടെ വരുമ്പം ഇത് ഗാമ സാറ്റ് 2. ഓക്കെ, വേഗം പറ. ആകെ ഇത് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. ക്യാപ്പിലറി സോൺ എവിടെയാണോ അതിൻ്റെ തൊട്ട് മുകളിലാണ് ഇഫക്റ്റ് വരിക. അത് എവിടെയാണ് വരണേ? പോർ വാട്ടർ പ്രഷറിലാണ്. അത് ഓൾവേസ് മൈനസ് ആയിരിക്കും. ഡിയിൽ ഗാമ സാറ്റ് 1. ഈ A to B എന്ന് പറഞ്ഞ ലെയറിൽ ഗാമ സാറ്റ് 1, അതാണ് സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ്. B to Cയിൽ ഗാമ സാറ്റ് 2. ഗാമ സാറ്റ് 1 into H1 ആണ്. ഗാമ സാറ്റ് 1 into H1 ഡാഷ്. ഗാമ സാറ്റ് 1 into H1 ഡാഷ് എന്ന് വരും. ഇനി യുവിന് വാല്യൂ ഉണ്ടോ? ഈ ഡി എന്ന് പറഞ്ഞ ലെയറിലും ക്യാപ്പിലറി സോണിൻ്റെ ഇഫക്റ്റ് വരും. നമ്മൾ ഈ ക്യാപ്പിലറി സോൺ എങ്ങനെ കാണിച്ചാലും ഈ ഹൈറ്റ്, ഓക്കെ,
ഈ വാട്ടർ ടേബിൾ എവിടെയാണോ ഇതിൻ്റെ താഴേക്കുള്ള സോയിലും മുകളിലേക്കുള്ള സോയിലും ഫുൾ സാച്ചുറേറ്റഡ് ആവും കാപ്പിലറി ആക്ഷൻ കൊണ്ട്. അപ്പോൾ അതിൻ്റെ ഇഫക്റ്റും ഈ സോയിലിൻ്റെ ഇഫക്റ്റും കൂടെ ഈ ലെയറിൽ വരും കാപ്പിലറി ആക്ഷൻ കൊണ്ടാണ്. അപ്പോൾ അതും പോർ വാട്ടർ പ്രഷർ വരും മൈനസ് ഗാമ ഡബ്ല്യു ഇൻറ്റു H1 ഡബിൾ ഡാഷ് ആയിരിക്കും. ദെൻ സിഗ്മ ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ മൈനസ് യു. അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾ എഴുതണമെന്നില്ല, കാര്യം മനസ്സിലായോ എന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് പറയാം. പ്രോബ്ലം ചെയ്യുമ്പം കാണിച്ചു തരാം. ഈ നൊട്ടേഷൻ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും, കാരണം യൂണിറ്റ് വെയിറ്റ് ഒക്കെ ഇട്ട് പ്രോബ്ലം ചെയ്യുമ്പോൾ ആ കൺഫ്യൂഷൻ അങ്ങ് മാറും. ഇല്ലെങ്കിൽ നിർത്തിയിട്ട് ഇപ്പം ഞാനൊരു പ്രോബ്ലം ചെയ്യിക്കാം. അല്ല, ഇത് കംപ്ലീറ്റ് ചെയ്യാമോ? ഇവിടെ വരെ എത്തിയതല്ലേ. ഓക്കെ, ഇത് മനസ്സിലായോ? ഡി ചെയ്തത് നിങ്ങൾ ഇവിടെ കാപ്പിലറി സോൺ എഴുതുമ്പോൾ ഇവിടെ മാത്രം വിചാരിക്കരുത്, അതിന് താഴത്തെ ഈ സോയിൽ, അതായത് വാട്ടർ ടേബിൾ എവിടെയാണോ ഈ പൊസിഷൻ വരെയുള്ള സോയിലിൽ ഈ ഒരു എഫക്റ്റ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി അടുത്തത് സെക്ഷൻ ബി ആണ്. ഓക്കെ, സെക്ഷൻ ബിയിൽ സിഗ്മയുടെ വാല്യൂ, യുവിൻ്റെ വാല്യൂ സിഗ്മ ബാർ. സിഗ്മ എന്ന് പറയുന്നത് ഗാമ സാറ്റ് 1 H1 എന്ന് വരും. യു എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താ? ബി എന്ന് പറയുന്ന പൊസിഷനിൽ വാട്ടർ ടേബിൾ ഉണ്ട്, ആ ലെയർ തൊട്ട് മുകളിലേക്ക് കാപ്പിലറി സോണും ഉണ്ട്. പക്ഷേ വാട്ടർ ടേബിൾ അവിടെ ഇരിക്കുന്നതുകൊണ്ട് അവിടെ ഒരു ഹൈറ്റ് കൺസിഡർ ചെയ്യാനില്ല, അത് 0 ആണ്. ദെൻ കാപ്പിലറി ആക്ഷൻ്റെ ഇഫക്റ്റ് ബി ലെയറിൽ വരില്ല, കാരണം കാപ്പിലറി ആക്ഷൻ്റെ എഫക്റ്റ് എപ്പോഴും എങ്ങനെയാണ്? തൊട്ട് മുകളിലത്തെ ലെയറിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് അതെന്താണ്? പോർ വാട്ടർ പ്രഷർ അറ്റ് ബി എന്ന് പറയുന്നത് 0 ആണ്. സിഗ്മ ബാർ എന്ന് പറയുന്നത് സിഗ്മ മൈനസ് യു ആയിരിക്കും. ക്ലിയർ ആയോ? യു എങ്ങനെയാണ് 0 ആവണേ? ബി എന്ന് പറഞ്ഞ ലെയറിലാണ് വാട്ടർ ടേബിൾ ഇരിക്കണേ. യെസ്. അപ്പൊ അവിടെ പോർ വാട്ടർ പ്രഷറിന്റെ ഇഫക്റ്റ് വരുമോ? ഇല്ല. കാപ്പിലറി സോണിന്റെ എഫക്റ്റ് എങ്ങോട്ടാ വന്നേന്നാ പറഞ്ഞേ? തൊട്ട് മുകളിലത്തെ ലെയറിലേക്ക്. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താണ്? പോർ വാട്ടർ പ്രഷർ ആ ലെയറിൽ വരില്ല. ചുരുക്കിൽ പറഞ്ഞാൽ വാട്ടർ ടേബിളിന് മുകളിൽ ഒരു കാപ്പിലറി സോൺ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ വാട്ടർ ടേബിൾ എവിടെയാണോ ഇരിക്കണം അവിടെ ഓൾവേസ് പോർ വാട്ടർ പ്രഷർ എന്തായിരിക്കും? 0 ആയിരിക്കും. കാപ്പിലറി ആക്ഷൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ. ഓക്കെ, ഇനി അടുത്തത് ഡി ലെയർ, സെക്ഷൻ ഡി. സിഗ്മ എന്ന് പറയുന്നത് എന്ത് വരും? ഗാമ സാറ്റ് 1 H1 പ്ലസ് ഗാമ സാറ്റ് 2 H2 ആയിരിക്കും. യു എന്ന് പറയുന്നത് എന്ത് വരും? സോറി ഡി അതിൻ്റെ അപ്പുറത്താണ്. സി ഗാമ സാറ്റ് 1 H1 പ്ലസ് ഗാമ സാറ്റ് 2 H2. യുവിൻ്റെ വാല്യൂ എന്ത് വരും? ഗാമ ഡബ്ല്യു ഇൻറ്റു H2 എന്ന് വരും. സിഗ്മ ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ മൈനസ് യു ആയിരിക്കും. കൺസെപ്റ്റ് മനസ്സിലായോ? പോർ വാട്ടർ പ്രഷറിൻ്റെ, സോറി കാപ്പിലറി സോണിൻ്റെ. മുഴുവൻ മനസ്സിലായില്ല. ഇവിടെ യു വരുന്നുണ്ട്, ഡിയിൽ യു വരുന്നില്ല, ഡിയിൽ യു മൈനസ് വരുന്നുണ്ട്. അങ്ങനെയൊന്നും പഠിക്കല്ലേ. കാപ്പിലറി സോൺ കണ്ടു കഴിഞ്ഞാൽ ഓൾവേസ് ഓർക്കുക, കാപ്പിലറി സോൺ എവിടെയാണോ അതിൻ്റെ മുകളിലത്തെ ലെയറിലാണ് അതിൻ്റെ ഇഫക്റ്റ്. കാപ്പിലറി സോൺ എത്ര ഹൈറ്റിലുണ്ടെന്ന് നോക്കുക. ക്വസ്റ്റ്യനിൽ പറയും ബൈ 2 മീറ്ററിലാണ് കാപ്പിലറി സോൺ ഉള്ളത്, അല്ലെങ്കിൽ 3 മീറ്ററിൽ. അപ്പം ആ സോണിന് മുകളിലാണ് എന്ത് ഇഫക്റ്റ് ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതങ്ങനെ നിൽക്കട്ടെ. ഇനി അടുത്തൊരു ഫിഗർ ഞാൻ കാണിച്ചു തരാം. ആ ഫിഗർ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഈ ഫിഗർ ഈ ഫിഗറിൽ
എ ചെയ്യണം, ഡി ചെയ്യണം, ബി ചെയ്യണം, സി ചെയ്യണം. പറയാമോ? ഇവിടുത്തെ യൂണിറ്റ് വെയിറ്റിനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആക്കണ്ട, ഞാൻ തരാം. ഇത് ഗാമയാന്ന് വിചാരിക്കുക. ബി ടു ഡി ഇവിടെ ഉള്ളത് ഗാമ സാറ്റ് 1, ലാസ്റ്റ് എ ബി സി ലെയറിലുള്ളപ്പം ഗാമ സാറ്റ് 2 ആണെന്ന് വിചാരിച്ചോ. ഓക്കെ, എ ലെയറിൽ സിഗ്മയുടെ വാല്യൂ എന്താണ്, യുവിൻ്റെ വാല്യൂ എന്താണ്, സിഗ്മ ബാർ എന്ത് വരും? എയിൽ 3 0 ആണ്. ഓക്കെ, ഇതിനകത്ത് ക്യാപിലറി സോൺ മാർക്ക് ചെയ്തില്ല അല്ലേ? നേരത്തെ സെയിം ഫിഗർ തന്നെയാണ്. ഓക്കെ, ഇവിടുത്തെ ഈ സാച്ചുറേറ്റഡ് എന്ന് കാണിച്ചിട്ടില്ലേ, ഈ പോർഷനിൽ വരെയാണ് ക്യാപിലറി ആക്ഷൻ കൊണ്ട് സാച്ചുറേറ്റഡ് ആയേക്കണേ. ഓക്കെ, അതായത് ഡി ബി ഈ പോർഷനിൽ മാത്രമാണ് ക്യാപിലറി ആക്ഷൻ കൊണ്ട് സാച്ചുറേഷൻ ഉണ്ടായിരിക്കണം. അതിൻ്റെ മുകളിലേക്ക് വെറ്റ് ആണുള്ളൂ. ഇനി ഡി ലെയറിൽ എന്ത് വരും എന്ന് പറയാമോ? ഗാമ H1 ആണ്. ഗാമ H1 ഓക്കെ. യുവിൻ്റെ വാല്യൂ ഉണ്ടോ? മൈനസ് ഗാമ W H1 വരും. H1 ആയിരിക്കും. ഓക്കെ ഓക്കെ, താഴത്തെ ലെയറിലാണ് ക്യാപിലറി സോൺ ഡിഫക്റ്റ് ഉള്ളൂ. മനസ്സിലായോ? സാച്ചുറേറ്റഡ് എന്ന് കാണിച്ചേക്കണ ആ ലെയർ ഡിക്കും ബിക്കും ഇടയ്ക്കാണ് ക്യാപിലറി സോൺ ഉള്ളൂ. അപ്പോൾ H1 ഹൈറ്റിലാണ് ആ ക്യാപിലറി ആക്ഷൻ ഉള്ളൂ. ആ എഫക്റ്റ് വരുന്ന ഏത് ലെയറിലാണ്? ഡി ലെയറിലാണ്. അതുകൊണ്ട് അവിടെ പോർ വാട്ടർ പ്രഷർ മൈനസ് ഗാമ W ഇൻറ്റു H1 ആയിരിക്കും. ഓക്കെ, സിഗ്മ ബാർ എന്ന് പറയുന്നത് സിഗ്മ മൈനസ് യു. ഓക്കെ, ക്ലിയർ ആയോ? ഇനി ബി ലെയറിൽ ഗാമ H1 സിഗ്മയുടെ വാല്യൂ ബി ലെയറിൽ ഗാമ സാറ്റ് ഇൻറ്റു H1 പ്ലസ് H1 വെറ്റ് ഈ പോർഷനിൽ ഗാമ ആയിട്ട് എടുക്കുക, മറ്റടുത്ത് ഗാമ സാറ്റ് 1 അങ്ങനെ ചെയ്യും. എന്നാലും ഗാമ H1 പ്ലസ് ഗാമ സാറ്റ് 1 ഇത് സാച്ചുറേറ്റഡ് എന്ന് ഞാൻ പറഞ്ഞു. ഇത് കളഞ്ഞു. ഇത് ഗാമ സാറ്റ് 1, ഇത് ഗാമ സാറ്റ് 2 ആണ്. അപ്പം ഗാമ ഇൻറ്റു H1 ഗാമ സാറ്റ് 1 H1 ഓക്കെ. ഇനി യുവിൻ്റെ വാല്യൂ 0 ആയിരിക്കും. വാട്ടർ ടൈപ്പിൽ ഉള്ളതുകൊണ്ട് അവിടെ 0 ആയിരിക്കും. പോർ വാട്ടർ പ്രഷറിൻ്റെ ഇഫക്റ്റ് അവിടെ ഇല്ല. സിഗ്മ ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ മൈനസ് യു വരും. ഇനി സി ലെയറിലോ പ്ലസ് ഗാമ സാറ്റ് 2 H2 കൂടി കൂടും, അതും കൂടെ ആഡ് ചെയ്യും. പോർ വാട്ടർ പ്രഷർ വരുമ്പോഴോ ഗാമ W ഇൻറ്റു H2 കൂടെ വരും. അല്ലേ? സി എടുക്കുമ്പോൾ പോർ വാട്ടർ പ്രഷറിൻ്റെ ഇഫക്റ്റ് ഉണ്ടാവും. കാരണം ബി ലെയറിൽ വാട്ടർ ടേബിൾ ഉണ്ട്, അതിൻ്റെ ഇഫക്റ്റ് സി ലെയറിൽ വരും. അപ്പം യു എന്ന് പറയുന്നത് ഗാമ W ഇൻറ്റു H2 ആയിരിക്കും. ഓക്കെ,
ഇത് ഇങ്ങനെ നിൽക്കട്ടെ, നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റഡി സീപ്പേജ് പറയാം, ഇല്ലെങ്കിൽ നിങ്ങളിനി കൺഫ്യൂഷനാവും. ഇത് ഫിഗർ വരച്ച് പോയിന്റ്സ് എവിടെയെന്ന് കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ ഓക്കെ, ഈ ക്വസ്റ്റ്യൻ വേഗം എഴുതാം. ഇത് ചെയ്യാം. ഇപ്പോൾ കാപ്പിലറി സോൺ വെച്ചിട്ടില്ല, അപ്പോൾ അത് കുറച്ചുകൂടെ മനസ്സിലാവും. ഫിഗർ വരയ്ക്കണം. രണ്ടര മീറ്ററിലും 3.5 മീറ്ററിലും ഓരോ ലെയർ അല്ലേ? 2.5 മീറ്റർ തിക്നെസ്സിലും 3.5 മീറ്റർ തിക്നെസ്സിലും 16.77ലും 20.25 രണ്ട് ലെയർ. അതിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നത് യൂണിറ്റ് വെയിറ്റ് എന്താണ്? 16.7. അല്ല, അത് 3.5 മീറ്റർ ഫ്രം ദി സർഫസ് എന്നല്ലേ? The weight is അത് വാട്ടർ ടേബിൾ വെയിറ്റ് അല്ല. വാട്ടർ ടേബിൾ WT. വാട്ടർ ടേബിൾ is at a depth of 3.5 meter from the ground surface. WT വാട്ടർ ടേബിൾ. ഓക്കെ. അതിൽ കൂടാതെ ആ വാട്ടർ ടേബിളിൽ നിന്ന്
1 മീറ്റർ മുകളിൽ വരെ സാച്ചുറേഷൻ സോണാണ്, കാപ്പിലറി സാച്ചുറേഷൻ ആണ്. എഴുതിയോ? ക്വസ്റ്റ്യൻ എഴുതിയോ? ഓക്കെ, ചെയ്യാം. അത് ചെയ്തിട്ട് ബ്രേക്ക് തരാവേ. 2 ലെയറാണ്. ഓക്കെ, ആദ്യത്തെ ലെയർ 2 പോയിന്റ്, ആദ്യത്തെ ലെയർ എത്ര? 2.5 3.5 ആയിരുന്നു. ഫസ്റ്റ് 2.5 പിന്നെ 3.5. ഇത് 2.5 മീറ്റർ ആയിരുന്നു, ഇത് 3.5 മീറ്റർ ആയിരുന്നു. ഇവിടെ എന്തായിരുന്നു? ആദ്യം സാൻഡ് തന്നെയാണെന്നാണ് പറഞ്ഞിരിക്കണം. യൂണിറ്റ് വെയിറ്റ് എത്രയായിരുന്നു? ഗാമ തന്നിട്ടുണ്ട്. ഇത് 16.77 ആണ്. ഇത് 20.25 ആണ്. പിന്നെന്താ പറഞ്ഞിരുന്നത്? വാട്ടർ ടേബിൾ ഈസ് അറ്റ് എ ഡെപ്ത് ഓഫ് 3.5. ഇതാണ് ഗ്രൗണ്ട് സർഫസ്. അപ്പോൾ 2.5 നിന്ന് മാറി ഇവിടെ ഒരു ലെയർ വന്നു. ഇതാണ് വാട്ടർ ടേബിൾ. 2.5 നിന്ന് ഒരു 1 മീറ്ററും കൂടെ താഴേക്ക്, അല്ലേ? ഗ്രൗണ്ട് സർഫസിൽ നിന്ന് നോക്കുമ്പം 3.5. അപ്പോൾ ഇത് എത്ര ഡിസ്റ്റൻസാണ്? വാട്ടർ ടേബിളിൽ നിന്ന് 1 മീറ്റർ മുകളിൽ എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ്. ഇവിടെ കാപ്പിലറി സോണാണ്, അല്ലേ? ഈ ഹൈറ്റ് എത്രയാണ്? 1 മീറ്റർ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് ഞാൻ നെയിം ചെയ്യാണ്. ഇത് എ, ഈ 2.5 ഇത് ബി, പിന്നെ ഈ 1 മീറ്ററിൽ വരുന്ന ഈ പൊസിഷൻ ഇത് സി, ലാസ്റ്റ് ഇത് ഡി. എല്ലാവർക്കും ഇങ്ങനെയാണോ ഫിഗർ കിട്ടിയേ? ഓക്കെ, ഇനി ചെയ്തു തുടങ്ങിക്കോ. ഞാൻ ഇവിടെ തൊട്ട് തുടങ്ങാം. എയിൽ ചെയ്യാം. സിഗ്മയുടെ വാല്യൂ പറയാം, യുവിൻ്റെ വാല്യൂ പറയാം, സിഗ്മ ബാർ. ഹെൽപ്പ് ചെയ്യാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. സംശയം വരുമ്പോൾ പറയാം. സീറോ ആണ്. എയിൽ പ്രത്യേകിച്ച് ലോഡൊന്നുമില്ല, പോർ വാട്ടർ പ്രഷർ ഇല്ല, സിഗ്മ ബാറും 0 ആണ്. അടുത്തത് ബി ലെയർ. സിഗ്മ 16.77 16.7. ആരോ എന്തോ ചോദിച്ചല്ലോ? ഞാനാ. ക്യാപിലറൈസിന്റെ എഫക്റ്റ് വരുന്നതിന് തൊട്ട് മുകളിലുള്ള ലെയറിൽ മാത്രമാണോ വരുള്ളൂ? അല്ല, ഇത് ചെയ്യുമ്പം രണ്ടായിട്ട് തന്നെ ചെയ്യണം. ക്യാപ്പിലേഴ്സോണ്ട് എഫക്റ്റ് ഉള്ളതും എഫക്റ്റ് ഇല്ലാത്തതുമായിട്ട് ബി ലെയറിൽ 2 പ്രാവശ്യം ചെയ്യണം. ടോപ്പ് ലെയർ, ബോട്ടം ലെയർ എന്നും പറഞ്ഞു. അപ്പോൾ ആദ്യം ഇപ്പം ഞാൻ ചെയ്യാൻ പോണ ബിയുടെ തൊട്ട് മുകളിൽ ടോപ്പ് ലെയർ, അവിടെ ക്യാപ്പിലറി ഇഫക്റ്റ് ഇല്ലാത്ത കേസ്. അപ്പോൾ 16.77 ഇൻറ്റു 2.5 വരും. യുവിൻ്റെ വാല്യൂ എത്ര വരും? ടോപ്പ് ലെയർ ആകുമ്പം ക്യാപ്പിലറി സോണിൻ്റെ എഫക്റ്റ് ഇല്ല, അതുകൊണ്ട് യു 0 ആയിരിക്കും. ദെൻ സിഗ്മ ബാർ എന്ന് പറയുന്നത് സിഗ്മ മൈനസ് യു ആയിരിക്കും. ക്ലിയർ ആയോ?
വ്യത്യാസം ഞാൻ കാണിച്ചു തരാം. ബി തന്നെ ഇനി ബോട്ടം ലെയർ. ഓക്കെ, ബോട്ടം ലെയർ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഹൈറ്റ് ഒന്നും മാറുന്നില്ല, ഹൈറ്റ് സെയിം തന്നെ. ആ ഒരു കൈ ഇങ്ങനെ നമ്മൾ മടക്കി വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ മുകളിൽ താഴെ അങ്ങനെയുള്ളൊരു രീതിയിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണേ. അപ്പം സിഗ്മ എടുക്കുമ്പം എന്ത് തന്നെ വരും? സെയിം തന്നെയായിരിക്കും. 16.77 ഇൻറ്റു 2.5 ആയിരിക്കും. ബിയിൽ ബോട്ടം ലെയർ ചെയ്യുമ്പം തൊട്ട് താഴെ കാപ്പിലറി സോൺ ആണ്. അപ്പോൾ അവിടെ പോർ വാട്ടർ പ്രഷറിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും, അത് മൈനസ് ആണ്. അപ്പം 9.81 ആണെങ്കിൽ 9.81 അല്ലെങ്കിൽ 10 ഇൻറ്റു ഹൈറ്റ് 1 മീറ്റർ. ദെൻ സിഗ്മ ബാർ ചെയ്യുമ്പം സിഗ്മ മൈനസ് യു ആണ്, മൈനസ് ഓഫ് മൈനസ് വരുമ്പോൾ അത് പ്ലസ് ആവും. ക്ലിയർ ആയോ ചെയ്തത്? എങ്ങനെയാണ് കാപ്പിലറി സോൺ വരണ വ്യത്യാസം വന്നെന്നുണ്ടോ? ബി ഒരു ലെയർ ഉണ്ടെങ്കിൽ ആ ലെയറിന് മുകളിൽ താഴെ, അപ്പം ഈ സോൺ എത്ര മീറ്ററിലേ ഉള്ളൂ? 1 മീറ്റർ ഹൈറ്റിലേ ഉള്ളൂ. അപ്പോൾ ആ 1 മീറ്റർ ഹൈറ്റിൽ മാത്രം ആ കാപ്പിലറി ആക്ഷൻ ഉള്ളത്. അതെവിടെയാണ് വരിക? പോർ വാട്ടർ പ്രഷറിലാണ് നമ്മൾ ആഡ് ചെയ്യണത്, കാരണം വാട്ടർ എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ്. അപ്പോൾ അത് ഓൾവേസ് നെഗറ്റീവ് ആയിരിക്കും. ക്ലിയർ ആയോ ഇത്? ഇനി സി ലെയർ. ഇവർ പലരും ശ്രദ്ധിക്കുന്ന ഇതാണ്, ആ ബി ബോട്ടം ടോപ്പ് സെപ്പറേറ്റ് കാണില്ല. കാപ്പിലറി സോണിൻ്റെ എഫക്റ്റ് ഉണ്ടെന്നൊക്കെ പറയും, പക്ഷേ അത് എവിടെ ചെയ്യണമെന്ന് പലരും കൺഫ്യൂസ്ഡ് ആയി പോകും ചെയ്ത് പഠിക്കാതെ വരുമ്പോൾ. ഒറ്റ പ്രോബ്ലം ചെയ്തുകൊണ്ട് നമ്മളത് ഇത് തന്നെ ഒരു 2-3 പ്രാവശ്യം നോക്കിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പം അങ്ങനെ ഒരു ഇത് വരുമ്പം ചിന്തിച്ച് ചെയ്യുക. ആ സോൺ വരുമ്പം തൊട്ട് മുകളിൽ ലെയർ ആ ഫിഗർ വെച്ചിട്ട് നോക്കുക എവിടെ എഫക്റ്റ് വരാം, അതിനനുസരിച്ച് റീഡ് ചെയ്ത് ചെയ്യണം. ഇനി സിയിലെ വാല്യൂ പറയാമോ? ഓക്കെ, 1 ഓക്കെ കറക്റ്റാ. എഴുതണോ? അതാണ് സി ലെയറിൽ സിഗ്മയുടെ വാല്യൂ 16.77 ഇൻറ്റു 2.5 പ്ലസ് 20.25 ഇൻറ്റു 1 വരും. യുവിൻ്റെ വാല്യൂ ഉണ്ടോ? 0 ആണ്, കാരണം വാട്ടർ ടേബിൾ എവിടെയാണ്? ആ പൊസിഷനിലാണ്. ദെൻ സിഗ്മ ബാർ കണ്ടുപിടിക്കാം. ഇനി ലാസ്റ്റ് ഡി. സിഗ്മ എന്ത് വരും? യു എന്ത് വരും? സിഗ്മ ബാർ. Plus 20.25 into 3.5. 2.5 plus 20.25 into 3.5. യു ഉണ്ടോ? into 2.5 3.5 അല്ലേ? 3.5 ആണല്ലേ? അല്ല, ഹൈറ്റ് എത്രയാ? അല്ല, അത് 1 മീറ്റർ കുറഞ്ഞ് 2.5 കറക്റ്റാ. അവിടെയും തെറ്റിക്കും, 3.5 ഇട്ട് ചെയ്ത് വയ്ക്കും. ദെൻ സിഗ്മ ബാർ എന്ന് പറഞ്ഞാൽ സിഗ്മ മൈനസ് യു. ഇനി സ്ട്രെസ് ഡയഗ്രം വരയ്ക്കണേ, അതും കൂടെ വരച്ചിട്ട് ബ്രേക്കിന് വേണം.
ഡയഗ്രാം വരച്ചോ? എങ്ങനെയിരിക്കും ഡയഗ്രാം? റഫായിട്ട് വരയ്ക്കാം. സിഗ്മ എയിൽ സിഗ്മ 0 ആയിരുന്നു, ബിയിൽ എത്രയായിരുന്നു? ബിയിൽ 2 വാല്യൂ ഉണ്ട്, ടോപ്പ് ബോട്ടം. ടോപ്പ് 41.92. 41.92. ജസ്റ്റ് ബോട്ടം. അത് ശരിക്കും അതിൻ്റെ ഇഫക്റ്റ് വരണത് അല്ല, ബിയിൽ 41.92, ദെൻ സിയിൽ എത്രയാ? 62.17. 62.17. ഇത് ലാസ്റ്റ് 112 അല്ലേ? 112.795. ഇനി ഫ്ലോർ വാട്ടർ പ്രഷർ. ഇവിടെ ആയിരുന്നു വാട്ടർ ടേബിൾ ഉണ്ടായിരുന്നത്. ഓക്കെ, ആ പോയിന്റിൽ 0 ആണ്. തൊട്ട് മുകളിൽ എന്താണ്? 1 മീറ്റർ ഹൈറ്റിൽ നെഗറ്റീവ് ഉണ്ട് അല്ലേ? അപ്പോൾ അത് ഇങ്ങേ സൈഡിലേക്ക് വേണം വരയ്ക്കാൻ. -9.81. ഇവിടെ അത് 0 കട്ട് ചെയ്യുക, സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കണേ. വരച്ചപ്പോൾ ചെരിഞ്ഞു പോയതാ. ഇത് 24 സംതിങ് അല്ലേ? ഇങ്ങനെ ആക്കിയിട്ടില്ലേ? മനസ്സിലായില്ലേ ഇതെങ്ങനെയാണ് വരച്ചതെന്ന്? പോസിറ്റീവ് നെഗറ്റീവ്. അപ്പോൾ ആ സൈഡ് കൺസിഡർ ചെയ്ത് വേണം വരയ്ക്കാൻ. ലാസ്റ്റ് സിഗ്മ ബാർ വരുമ്പം ഇവിടെ 0, ബിയിൽ 41 ഉണ്ട്, അതിന് നേരെ 51, 57 സംതിങ് വരില്ലേ? പിന്നെ ഒരു വാല്യൂ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, കിട്ടി എല്ലാവർക്കും? ഹലോ, മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ക്യാപ്പിലറി ഇതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം ചെയ്യിച്ച പോലത്തെ പ്രോബ്ലം, അതിലേതെങ്കിലും ഒരെണ്ണം ഇതിൽ നിന്ന് ഷുവറാണ് ക്യാപ്പിലറി വരുന്നത്. ഇല്ലെങ്കിൽ ക്യാപ്പിലറി ഇല്ലാതെ സർചാർജ് വന്നിട്ടുള്ള കേസ്, അങ്ങനെ ഏത് കേസ് വേണമെങ്കിലും ചോദിക്കാം. അതെന്തായാലും ഒരു ക്വസ്റ്റ്യൻ ആയി യൂണിവേഴ്സിറ്റി എക്സാമിന്. ഓക്കെ, 8:38 55 ആകുമ്പോഴേക്കും ജോയിൻ ചെയ്യും എല്ലാവരും. ഹലോ, ഓക്കെ 8:55 ആകുമ്പോഴേക്കും എല്ലാവരും ജോയിൻ ചെയ്യണേ.